ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒരു മേജർ പാർട്ടാണ്. കുറുക്ക് കൊടുത്തു തുടങ്ങുക, പച്ചവെള്ളം കൊടുക്കുക, പശുവിന്റെ പാല് കൊടുക്കുക, നിനക്ക് പാലില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. ആദീസ് ന്യൂട്രികവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം പല യങ്ങായിട്ടുള്ള അച്ഛനമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഈ ഗ്രാൻഡ് പേരൻസിന്റെയും ഗ്രാൻഡ് ചിൽഡ്രന്റെയും നടുവില് പെട്ടുപോയിട്ടുള്ള പേരൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗ്രാൻഡ് പേരൻസ് നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രന്റെ ഫുഡ് ഇൻടേക്കിലും അതേപോലെ തന്നെ റുട്ടീനിലും ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് അൺഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതെങ്ങനെ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഈ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെ? അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കഥകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മകളാണ്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ അധികം നല്ല ഓർമ്മകളിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ ഇന്നും ചേർത്ത് വെക്കുന്ന മെമ്മറീസ് ആണ് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മമാരുടെയും ഒക്കെ കഥകളും അവരുമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതൊരു നല്ല ടൈം ആയിരിക്കണം, അല്ലെ? പക്ഷേ അത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മൾ ജീവിച്ചിരുന്ന നമ്മുടെ ചെറുപ്പകാലം പോലെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉള്ളൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ഒരു 90s കിഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാലത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല, അല്ലെ? നമുക്ക് കയ്യിൽ പോലും കിട്ടിയിട്ടില്ല. 90s കിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ നമ്മളൊരു അംഗനവാടി, ഈവൻ 10ാം ക്ലാസ് വരെ ഒന്നും ഫോൺ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ കൊക്കോമെലോൺ എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നതടക്കം. സോ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അവർ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് അവരിൽ കുറേയധികം റുട്ടീൻസ് കൊണ്ടുവരാനുണ്ട്. കുറച്ചധികം റെസ്ട്രിക്ഷൻസ് എന്നതിലുപരി കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാൻഡ് പേരൻസിന്റെ ഒരു ഇൻവോൾവ്മെന്റും അത് എങ്ങനെ കുഞ്ഞിനെ ബാധിക്കുന്നു, അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? കുഞ്ഞുങ്ങളുടെ ഭക്ഷണ കാര്യത്തിലേക്ക് വരാം. ആദ്യം ഒരു വയസ്സ് 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവർക്ക് ഭക്ഷണമാണ്, അല്ലെ? ആദ്യം അവരുടെ ഫുഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല ഗ്രാൻഡ് പേരൻസിനും അവർക്ക് തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം, അല്ലെ? കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ആദ്യത്തെ കാര്യമാണ് തേനും വയമ്പും കൊടുക്കുക എന്നുള്ളത്. അവിടെ തുടങ്ങിയിട്ട് കുഞ്ഞിന് പശുവും പാല് കൊടുക്കുന്നത്, ഉപ്പില്ലാതെ എങ്ങനെയാ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, പഞ്ചസാര കൊടുക്കുന്നത്, ഇവയിലെല്ലാം തന്നെ ആ ഒരു ഇൻവോൾവ്മെന്റ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതെല്ലാം ഇന്ന് ഒരുപാട് ന്യൂട്രീഷൻ ഗൈഡ് ലൈൻസും പീഡിയാട്രീഷ്യൻസും പഠനം നടത്തി അതിൽ തെളിയിച്ച കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൊടുക്കരുത്. കൊടുക്കുന്നത് വഴി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ പശുവും പാലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗട്ട് ഇറിറ്റന്റ് ഉണ്ടാക്കിയിട്ട് മൈക്രോസ്കോപ്പിക് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഫുഡ് അലർജി ഉണ്ടാവാം. തേൻ കൊടുക്കുന്നത് വഴി ഇൻഫന്റ് ബോട്ടുലിസം ഉണ്ടാവാം. അതേപോലെ തന്നെ സോൾട്ടും ഷുഗറും കൊടുക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ബിപിയും ഷുഗറും ഓവർ വെയിറ്റും ഒബീസിറ്റിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവാം എന്നുള്ളത് ഇപ്പോ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പഠനം തെളിയിച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന് മനസ്സിലാവണം എന്നില്ല, അല്ലെ? അവര് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു കാര്യങ്ങൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ തരത്തിലുള്ള ഒരു സ്ട്രെസ് ഈ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് വീനിങ് 6 മാസത്തിന് മുൻപേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഈവൻ എനിക്ക് പോലും കുഞ്ഞിന് 3 മാസം ആയപ്പോൾ എന്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗി നന്നായിട്ട് കലക്കിയിട്ട് കുഞ്ഞിന് കൊടുക്കാം. അത് അവര് മുൻപ് ചെയ്തിരുന്ന കാര്യമാണ്, നമുക്കതിൽ തെറ്റ് പറയാൻ പറ്റില്ല. മുൻപ് കാലത്ത് റാഗിയൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടാവാം അമ്മയ്ക്ക് പാലില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് ഒന്നും അന്നത്തെ കാലത്ത് അത്രയും ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ സോളിഡ്സ് ഒക്കെ മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കാം. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് 6 മാസത്തിന് ശേഷം മാത്രമായിരിക്കണം കുഞ്ഞിന് വീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഈ പറഞ്ഞ കാര്യത്തിലും അമ്മമാർക്ക് ഒരു പ്രഷർ ഉണ്ടാവാം. കുറുക്ക് കൊടുത്തു തുടങ്ങുക, പച്ചവെള്ളം കൊടുക്കുക, പശുവിന്റെ പാല് കൊടുക്കുക, നിനക്ക് പാലില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഗ്രാൻഡ് പേരൻസ് ഇൻവോൾവ് ആകുന്ന ഒരു ഏരിയ ആണ്. അടുത്തതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടകളിൽ കൊടുക്കുന്നത്. സോ നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചോ, അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് റിവാർഡായിട്ട് കൊടുക്കുക. മിടുക്കനാണ്, ഇതാ ബിസ്ക്കറ്റ് കഴിച്ചോളൂ, അല്ലെ മിടുക്കൻ കുഞ്ഞാണ്, മുട്ടായി കഴിച്ചോളൂ, നല്ല കുഞ്ഞാണ്, മുട്ടായി കഴിക്കും, ഇങ്ങനെ പറഞ്ഞ്
കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു റിവാർഡാണ്, അല്ലെങ്കിൽ അത് ഒരു അപ്രിസിയേഷന് കിട്ടുന്ന ഒരു കാര്യമാണ് എന്നൊരു തോട്ട് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷണലി മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ന്യൂട്രീഷണലി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ന്യൂട്രീഷണലി മാത്രമല്ല ഇമോഷണലിയും കുഞ്ഞുങ്ങൾക്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു അപ്രിസിയേഷന് കിട്ടുന്ന ഒരു കാര്യമാണ് ഫുഡ്. അല്ലെങ്കിൽ ഇത് കഴിക്കൂ, അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് കഴിക്കൂ എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞുങ്ങൾക്ക് വേറൊരു തരത്തിലാണ് അവർ ഫുഡിനെ കാണുന്നത്. സോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ ഭക്ഷണം ഒരുമിച്ചിരുന്ന് അവർക്ക് എന്താണോ ഫുഡ് ഉള്ളത് അത് അവർ ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ടും, ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷണലി നമുക്ക് വേണ്ട കാര്യമാണ്. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാനും ഫുഡിനെ പുതിയതായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് ഫുഡായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മെയിൻ പ്രശ്നമാണ് കുഞ്ഞിന്റെ റൂട്ടീൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പേരൻസിന് ഉണ്ടാക്കുക. ഇത് ഓവർ സ്നേഹം കൊണ്ടാണ്. അച്ഛനും അമ്മയും സ്ലീപ്പ് റൂട്ടീൻ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക്. രാത്രി ഏത് പകൽ ഏതെന്ന് അറിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇത്ര മണിക്കൂർ ഉറക്കി ആ സമയത്ത് എണീപ്പിച്ച് ഫീഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് പേരൻസ് പറയുന്നത് കുറച്ചു നേരം കൂടെ അവൻ കളിക്കട്ടെ, കുറച്ചു നേരം കൂടെ അവൻ എന്റെ കൂടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അവനെ ഉറക്കിയാൽ മതി. അല്ലെങ്കിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ എണീപ്പിക്കുക. ഇത്രയും നേരം ഉറങ്ങാണ്, ഇങ്ങനെ ഉറങ്ങാൻ പാടില്ല കുഞ്ഞുങ്ങള്, അപ്പൊ തട്ടി എണീപ്പിക്കുക. അതേപോലെ തന്നെ ഉറക്കാനായിട്ട് ഓവർ ഫീഡ് ചെയ്യുക. നന്നായിട്ട് ചോറ് കൊടുത്ത് നോക്ക്, കുഞ്ഞ് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് കുറുക്കം കുടിപ്പിക്ക്, കുഞ്ഞ് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ട് നടന്ന് ആട്ടിയാലും മതി, കുഞ്ഞ് ഉറങ്ങിക്കോളും. അങ്ങനെയല്ല, കുഞ്ഞിന് കൃത്യമായിട്ടുള്ള റൂട്ടീൻ സെറ്റ് ചെയ്യണം. രാവിലെ ഒരു നാപ്പ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ കൂടെ അത് ഉറങ്ങിക്കിടത്തുക, എണീപ്പിച്ച് ഫീഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ കുഞ്ഞിനൊരു റൂട്ടീൻ ഉണ്ടാവും. അതുപോലെ തന്നെ പേരൻസ് ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല, കുഞ്ഞ് എണീക്കുമ്പോൾ എണീക്കട്ടെ, അത് അവന്റെ ഇഷ്ടമാണ്, നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറയുന്നത് വഴി കുഞ്ഞിന് ഓവർ ക്രാങ്കിനെസ് ഉണ്ടാവാനും ടയേർഡ്നെസ് ഉണ്ടാവാനും ഒക്കെ കാര്യം. കുഞ്ഞ് വല്ലാതെ കാര്യം. കാരണം കുഞ്ഞിന് പ്രോപ്പർ ഉറക്കത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ എണീക്കുന്നത്, അല്ലെങ്കിൽ കുറെ ടയേർഡ് ആയിട്ടായിരിക്കും കുഞ്ഞ് ഉറങ്ങുന്നത്. കൃത്യമായിട്ടൊരു റുട്ടീൻ ഉണ്ടാവില്ല. അപ്പൊ വാശി പിടിച്ച് കുഞ്ഞ് കരയാനൊക്കെ കാരണമാകുന്നുണ്ട്. അതുകൂടാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ ഇല്ലാത്തത് വഴി കുഞ്ഞിന് കൺഫ്യൂഷൻസ് ഉണ്ടാവാനും അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഭയങ്കര ടയേർഡ്നെസ് ആവാനും ഭയങ്കരമായിട്ടുള്ള ക്രാങ്കിനെസ് കാണിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായിട്ടുള്ള കാര്യമാണ് പേരൻസ് വെക്കുന്ന ഒരു ഡിസിപ്ലിൻ റൂട്ടീനെ അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസിനെ ഗ്രാൻഡ് പേരൻസ് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് അച്ഛനും അമ്മ ഇപ്പൊ കുഞ്ഞിനോട് വഴക്ക് പറയുകയാണെങ്കിൽ നീ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് കുഞ്ഞിനോട് പെരുമാറുന്നത്, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് വിടാൻ അനുവദിക്കുക. അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയണ്ട, അല്ലെങ്കിൽ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, മോൻ അത് ചെയ്തോ, അങ്ങനെ പറയുന്നത് വഴി കുഞ്ഞിന് ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത്, കുഞ്ഞിന് തന്നെ കൺഫ്യൂഷൻ ആവും. ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്, ആരെയാണ് അനുസരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഒരിക്കലും ഗ്രാൻഡ് പേരൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒഴിവാക്കുക എന്നുള്ളതല്ല. പക്ഷെ പേരൻസ് സെറ്റ് ചെയ്തിട്ടുള്ള ചില ബൗണ്ടറീസ്. ഇപ്പൊ പല പേരൻസും ഒരുമിച്ചായിരിക്കും ഷോപ്പിങ്ങിന് പോകുന്നത് അല്ലെ. പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനാണ് പുറത്തു പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അമ്മയായിരിക്കും എല്ലാ പ്രാവശ്യവും എല്ലാ വീക്കെൻഡിലും നമ്മളാരും മാളിൽ പോയി സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അത്രയും ടോയ്സ് ഉള്ള കടയിൽ പോയി പർച്ചേസ് ചെയ്തിരുന്നവരൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്ക ദിവസങ്ങളിലും മാളുകളിലും അല്ലെങ്കിൽ മറ്റു കടകളിലും ഒക്കെ പോകുന്നവരാണ്. കുഞ്ഞുങ്ങളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് ടോയ്സും ഒരുപാട് കാര്യങ്ങളും മുട്ടായിയും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ കളർഫുൾ ആയിട്ട് കടകളിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒരുപാട് വാശി പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പല പേരൻസും ചെയ്യുന്ന കാര്യം കുഞ്ഞിനോട് പറയും, ഇന്ന ദിവസം കുഞ്ഞിന് ഇന്ന സാധനമാണ് വാങ്ങിത്തരുന്നത്, അത് മാത്രമേ വാങ്ങിത്തരുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞ് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒച്ച ഉണ്ടാക്കണം എന്നില്ല. അവനത് കിട്ടിയാൽ അവൻ ഹാപ്പിയാണ്. സോ അത് ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ ഗ്രാൻഡ് പേരൻസ് ഇടപെടുമ്പോൾ അത് കുഞ്ഞിന്റെ ബിഹേവിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എത്രയൊക്കെ സ്ത്രീ ശാക്തീകരണം പറഞ്ഞാലും നമുക്ക് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്താൽ അറിയാം, ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് പലപ്പോഴും മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള കണ്ടന്റുകൾ. കമന്റ് സെക്ഷനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഈ വീട്ടില് ഗ്രാൻഡ് പേരൻസ് ഏറ്റവും കൂടുതൽ അമ്മമാരെ പറയുന്ന ചില കാര്യങ്ങളാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ 24 മണിക്കൂർ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, കുഞ്ഞിന് മറ്റു ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല കുഞ്ഞിനെ നോക്കേണ്ടത്, കുഞ്ഞിനെ നോക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോവാണ്, ജോലിക്ക് പോകുന്നത് കാരണം കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ 24 മണിക്കൂർ കുഞ്ഞിന്റെ കൂടെ റൂമിലിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട് അല്ലെ. ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും മുതിർന്ന ആൾക്കാരിൽ പലരും പറയുന്ന കാര്യങ്ങളാണ്. സോ ഇത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇത് അമ്മമാരിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുമോ, ഞാൻ വർക്ക് ചെയ്യുന്നത് കുഴപ്പമാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് ചെയ്യുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്. എസ്പെഷ്യലി ആദ്യത്തെ കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്മമാരിൽ ഈ ഒരു ടെൻഷൻ ഉണ്ടാവുകയും ആ ടെൻഷൻ കുഞ്ഞുങ്ങളിലേക്ക് അവരുടെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ് അല്ലെ, അത് അമ്മയുടെ ഒരു ടെൻഷൻ കുഞ്ഞിനെ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റ്സുകളൊക്കെ തന്നെയും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.
അഞ്ചാമതായിട്ടുള്ള മേജർ കാര്യം എന്ന് പറയുന്നത് പച്ചമരുന്നുകളുടെ ഒരു പരീക്ഷണം. അതായത് വാക്സിൻ എന്തിനാ എടുക്കുന്നത്? ഞങ്ങളൊന്നും പണ്ട് എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞിന് ചുമയാണെങ്കിൽ കുറച്ച് കൽക്കണ്ടം ചാലിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ തേനിൽ ഇഞ്ചി ചാലിച്ചു കൊടുത്താൽ മതി. ഗ്യാസിന്റെ ഇഷ്യൂ ആയിരിക്കും വയറ് വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞാൽ മറ്റെന്തെങ്കിലും കൊടുത്താൽ മതി, ഇല പിഴിഞ്ഞ് കൊടുത്താൽ മതി. അതൊന്നും തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇപ്പൊ ഒരുപാട് നമ്മുടെ ശാസ്ത്രവും നമ്മൾ പറഞ്ഞ ലൈഫ് സ്റ്റൈലും ഒക്കെ തന്നെ മാറി വന്നിട്ടുണ്ട്. സോ മെഡിക്കൽ അഡ്വൈസ് എടുത്ത് തന്നെ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഗ്രാൻഡ് പേരൻസ് ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം സ്നേഹം. അതായത് കുഞ്ഞുങ്ങളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്. അതായത് നമ്മുടെ മക്കളാണെങ്കിൽ നമുക്ക് തല്ലാം, അടിക്കാം, വഴക്ക് പറയാം. കൊച്ചുമക്കളോട് അതൊന്നും പറ്റില്ല. അവരെ സ്നേഹിക്കാൻ മാത്രമേ ഈ ഗ്രാൻഡ് പേരൻസിന് അറിയത്തുള്ളൂ. സോ ആ ഒരു കാരണമാണ് മേജർ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് റിജക്ഷൻ. അതായത് കുറച്ചുകൂടെ പ്രായമായി വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അവർ ഒഴിവാക്കുമോ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മൂന്നാമതായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ്, അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ എന്റെ ആ ഒരു പരിധിയിൽ നിർത്തിയാൽ അവരങ്ങനെ നിൽക്കും, ആ ഒരു കൺട്രോൾ, അതൊക്കെ എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. സോ മൂന്നാമതായിട്ട് ഈ ഒരു റീസൺ. നാലാമതായിട്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് അവരവരുടെ മക്കളെ വളർത്തിയത് ഇങ്ങനെയാണ്, അതായത് നമ്മളെ വളർത്തിയത് ഇങ്ങനെയാണ്. സോ നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ വളരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ രീതികളും എല്ലാം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആസ് എ പേരൻസ് നമുക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ആദ്യം തന്നെ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ഗ്രാൻഡ് പേരൻസിനെ അവെയർ ചെയ്യുക എന്നുള്ളതാണ്. ഉപ്പും പഞ്ചസാരയൊന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഇന്ന പഠനങ്ങൾ ഇന്നതുപോലെ തെളിയിച്ചിട്ടുണ്ട്, അത് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നമുക്ക് അവരെ അവെയർ ചെയ്യാം. രണ്ടാമതായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അപ്പൊ കുഞ്ഞിന് ഇങ്ങനെയാണ് റൂട്ടീൻ, ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വരണം. ആസ് എ പേരൻസ് എനിക്ക് ജോലി വേണം, ജോലിയുടെ ഒപ്പം തന്നെ ഞാൻ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോർമുല ഫീഡും ബ്രസ്റ്റ് മിൽക്കും സെയിം ആണ്, അത് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല, കുഞ്ഞിന്റെ എല്ലാ നീഡ്സും ഞാൻ കവർ ചെയ്യുന്നുണ്ട്, കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ വളരെ നോർമലായിട്ട് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഈ തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇൻവോൾവ്മെന്റ് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒരു മേജർ പാർട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ മെമ്മറീസിൽ ഉണ്ടാവേണ്ടതും അതുപോലെ തന്നെ അവർക്ക് കുറേയധികം നല്ല കാര്യങ്ങൾ കിട്ടേണ്ടതും ഗ്രാൻഡ് പേരൻസിൽ നിന്നുമാണ്. സോ തീർച്ചയായിട്ടും അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അച്ഛമ്മയും ഒക്കെ തന്നെ കുഞ്ഞിന് വളരെയധികം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ പേരന്റിംഗ് എന്ന് പറയുന്നത് ഒരു ജേർണിയാണ്, അല്ലെ? ആ പേരന്റിംഗ് എന്ന് പറയുന്നതിൽ നമുക്ക് റെസ്പെക്ട് വേണം, അതേപോലെ തന്നെ ബൗണ്ടറീസും വേണം. പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് അവർക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറെ ഐഡിയാസ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ ഗ്രാൻഡ് പേരൻസും അവരുടെ മക്കളെ ആ രീതിയിലായിരിക്കും വളർത്തിയിട്ടുണ്ടാവുന്നത്, അവരുടെ ചിട്ടയിലായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾക്കും ആഗ്രഹമുണ്ട്, ഇങ്ങനെ വളർത്തണം, ഈ രീതിയിൽ വളർത്തണം, എന്റെ കുഞ്ഞിന് ഞാൻ ഫോൺ കൊടുക്കുന്നില്ല, ഞാൻ അവന് ബുക്സ് ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവനെ ഇത്ര വയസ്സ് വരെ അവന് മൊബൈലോ കാർട്ടൂൺസോ ഒന്നും കാണിക്കുന്നില്ല. അതൊരു ഡിഫറെന്റ് ആണ്. ഓരോ പേരന്റിങ്ങും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുഞ്ഞിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. സോ അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അവരവരുടെ ചിന്താശൈലിയിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചുറ്റുമുള്ളവരെല്ലാം തന്നെ ശ്രമിക്കുക. അപ്പൊ മാത്രമാണ് ആ കുഞ്ഞിനും അവൻ്റെതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പായിട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്